പലപ്പോഴും ഈ വലിയ മീനുകളുടെ ശരീരഭാഗങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സത്യമാണോ അതിലൊക്കെ? അതുണ്ടാവാറുണ്ട്. ഇഷ്ടംപോലെ ചില നമ്മുടെ വീട്ടിലൊക്കെ ചിലവര് മീൻ വാങ്ങാൻ നേരത്ത് ഈ മീൻ കട്ട് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇത് പിന്നെ ചൂണ്ടക്കൊളുത്ത് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കിട്ടാറുണ്ട്. ഞങ്ങൾക്കൊരു ഒരു വലിയ പന്നിക്കോലാനെ കിട്ടിയിട്ട്, പന്നിക്കോല എന്ന് പറഞ്ഞാൽ നമ്മുടെ സോട്ട് ഫിഷ് എന്ന് പറയും, സോട്ട് ഫിഷ് കൊമ്പുള്ള മീൻ, അതിനെ കിട്ടിയിട്ട് ഞങ്ങളുടെ ബോട്ടിലേക്ക് കയറ്റിയപ്പോഴേക്കും അതിന്റെ വായിലായിട്ട് ഇത്രയും വലിയൊരു കൊളുത്ത് ഇരിക്കണം അങ്ങനെ പാടി തന്നെ. കാരണം ആരോ ചൂണ്ടയിൽ പിടിച്ചിട്ട് അത് പൊട്ടിച്ചു പോയിട്ട് ആ കൊളുത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു കളയാനല്ലെങ്കിൽ ആരോടും പറയാൻ പറ്റില്ല ഇതിങ്ങനെ കൊളുത്തിരിക്കണ്ടെന്ന്. ആ മീനെ വലിച്ച് ബോട്ടിൽ കയറ്റി കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ വാവറന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വായിൽ ഇങ്ങനെ അത്രയും വലിയ കൊളുത്താണ്. അത്രയും വലിയ മീനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൈസുള്ള കൊളുത്ത് കാണുമല്ലോ. ഇതെന്തോ പൊട്ടിച്ചു പോയിട്ട് അത്ര നാള് അതും വെച്ചാണ് ആ മീൻ ജീവിച്ചിരുന്നത്. അതുപോലെ ഇഷ്ടംപോലെ ആമകള് ഈ വലയിലൊക്കെ കുടുങ്ങി. ഇതുപോലെ നമ്മ ഈ ചില ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്ന പോലെ നീന്താൻ പറ്റാണ്ട് ഈ വലയിൽ കുടുങ്ങി, അതെല്ലാം മനുഷ്യന്മാരെന്നെ ചെയ്യണ കാര്യങ്ങളാണ്. അല്ല വലയിൽ കുടുങ്ങി ഇങ്ങനെ കിടക്കും ആമകള്. അത് ഇതുപോലെ നമുക്കൊക്കെ കിട്ടുമ്പോ ആമനൊന്നും നമ്മൾ ഉപയോഗിക്കില്ല, നേരെ കട്ട് ചെയ്ത് രക്ഷപ്പെടുത്തിയൊക്കെ വിടാറുണ്ട് നമ്മള്. പാവം തോന്നാറുണ്ടോ? പിന്നെ എന്തോരം ഇഷ്ടം പോലെ തവണ തോന്നാറുണ്ട്. വലിയ മീനുകളെയൊക്കെ പിടിക്കുമ്പോ, തെരണ്ടികളെയൊക്കെ പിടിക്കുമ്പോ, തെരണ്ടി നമ്മ വിചാരിക്കണ സൈസ് ഒന്നുമല്ല, വലിയ സൈസുള്ള തെരണ്ടിയൊക്കെ വരും. അപ്പൊ ഇതുങ്ങളെയൊക്കെ ബോട്ടിലേക്ക് പിടിച്ചിടാൻ നേരത്ത് ഒരു പ്രത്യേകതരം ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോ നമ്മള് ഞെട്ടിപ്പോവും അങ്ങോട്ട്. പെട്ടെന്ന് ചാവൂല ഈ തെരണ്ടിയൊക്കെ. ബാക്കിയുള്ള മീനുകളൊക്കെ പെട്ടെന്ന് ചത്തും, കൊറേയൊക്കെ ചത്തുമായിരിക്കും വന്ന്. തെരണ്ടി പെട്ടെന്ന് ചാവൂല. അപ്പൊ തെരണ്ടി ഇങ്ങനെ പെട്ടെന്ന് ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ നമ്മ ഞെട്ടിപ്പോവും.